നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന കുറച്ച് പേര് കമൻ്റായും DM ആയും ചോദിക്കുന്ന കാര്യമാണ് ഈ പ്ലാന്റ് ടാങ്കിൽ വെള്ളം എങ്ങനെ എത്ര ക്ലീനായി മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഫിഷിന് ഹെൽത്തും നല്ല കളറും വെക്കാൻ ഏത് തരം ഫീഡാണ് കൊടുക്കേണ്ടതും എന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം. ആദ്യം തന്നെ വാട്ടർ ക്വാളിറ്റിനെ കുറിച്ച് നോക്കാം. വെള്ളം പായൽ പിടിക്കാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും നമ്മൾ മാറ്റി വെക്കണം നമ്മുടെ ടാങ്ക്. അത്യാവശ്യം വെളിച്ചം കിട്ടണം, എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഫിഷിൻ്റെ ഹെൽത്തിനും നല്ല കളറും വെക്കാൻ നമ്മൾ നല്ല ക്വാളിറ്റി ഫുഡ് തന്നെ ഫീഡ് ചെയ്യണം. ഇവിടെ ഞാൻ 2 നേരമാണ് ഫീഡ് ചെയ്യാറ്. അതിലൊരു നേരം എന്തായാലും ലൈവ് ഫീഡാണ് കൊടുക്കാറ്, ഒരു നേരം ഡ്രൈ ഫീഡും. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രോവെല്ലിലെ റെയിൻബോ ഫിഷ് ഫീഡാണ്. ഇതിൻ്റെ മൈക്രോ ഫ്ലോട്ടിംഗ് പെല്ലറ്റാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അതായത് ഗപ്പികൾക്കും ബെറ്റാസിനും കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് സൈസ്. ഒരു ഫിഷ് ഫീഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നോക്കണം. മീനുകൾക്ക് വളർച്ചയ്ക്കായി ആവശ്യമായ ന്യൂട്രിയൻസ് കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഫിഷിന് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വാട്ടറിൽ പെട്ടെന്ന് അലിഞ്ഞിട്ട് വെള്ളം കേടാവുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫിഷ് ഫുഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്, കാരണം ഇതിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ക്വാളിറ്റിക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല, അഫോർഡബിൾ ആണ് എന്ന് കരുതി. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.